ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വെൻ ഐ ഫ്ലൈ ടുവേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ഡ്രാമയാണ്. ഈ ഡ്രാമ കാണുമ്പോൾ നമ്മളിങ്ങനെ ബ്ലഷ് ആയിക്കൊണ്ടിരിക്കും, അത്ര സെറ്റ് ഡ്രാമയാണ്. അപ്പോൾ നമ്മൾ ഈ കഥൻ്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഹീറോയിൻ ഇങ്ങനെ ജ്യൂസ് വാങ്ങിയിട്ട് കടൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സെക്കൻഡ് ഉണ്ടാവും ഇങ്ങനെ മഴ നനഞ്ഞാണ്ട് ഇങ്ങനെ നടന്ന് വരുന്നത്. അപ്പോൾ ഇങ്ങനെ പറയും ഓനിക്കിങ്ങനെ ഓടി വന്നാൽ പോരെ, എന്തിനിങ്ങനെ മഴത്തിങ്ങനെ നനഞ്ഞ് വരുന്ന ഇഡിയറ്റ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഇവന് ജസ്റ്റ് ഇങ്ങനെ നോക്കിങ്ങാണ്ട് ഓളിങ്ങനെ നോക്കിങ്ങാണ്ട് ഓന് കടയ്ക്ക് ഇങ്ങോട്ട് കയറും. എന്നിട്ട് ഓനെന്തോ സാധനം വാങ്ങിക്കൊണ്ട് ഓടിപ്പോവും. പിന്നെ നമ്മളെ കാണിക്കണത് ഓൾ ഫസ്റ്റ് ഡേ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നതാണ്. പിന്നെ ഓളെ ഫ്രണ്ട് വന്നുകൊണ്ട് ഓളെ അമ്മ കൊടുത്താന്ന് പറഞ്ഞിട്ട് ഒരു ജ്യൂസൊക്കെ ഓൾക്ക് വന്ന് കൊടുക്കും. ഓള് കുറേ ഈ സ്കൂളിന് പറ്റിയിട്ടുള്ള പോസ്റ്റുകളൊക്കെ നോക്കിയെന്നൊക്കെ പറയും. അപ്പോൾ നമ്മളെ ഹീറോ ചോദിക്കുക എന്തിൻ്റെ ആവശ്യം എന്താണ്, അപ്പോൾ അറിയാം നമുക്ക് നമ്മളെ സ്കൂളിനെ പറ്റിയിട്ടൊക്കെ അറിയാൻ പറ്റും എന്നൊക്കെ പറയും. എന്നിട്ട് ഒരു സ്കൂളിലെത്താൻ ലേറ്റ് ആവുന്ന ഇറങ്ങാണ്ട് ഓടിപ്പോവും. പിന്നെ നമ്മളെ കാണിക്കുന്നത് ലുറാനെയാണ്. ഓൻ എത്തുമ്പോഴത്തേനും ബസ് പോയിട്ടുണ്ടാവും. പിന്നെ ഓളെ ഫ്രണ്ട് ഇങ്ങനെ പറയും ഈ സ്കൂളിൽ 2 ഫേമസ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ഒന്ന് ലുറാങ്ങും ഒന്ന് ഖുറാനും ആണ്. അപ്പോൾ ഇവളിങ്ങനെ ചോദിക്കും എന്താണ് അവർ ഇത്ര ഫേമസ് ആവാൻ കാരണം. അപ്പോൾ പറയും അവർ നല്ല പഠിക്കണോണ്ടാണ്. അപ്പോൾ നമ്മളെ ഹീറോ ചോദിക്കും അപ്പോൾ കുറേ കുട്ടികൾ പഠിക്കണമുണ്ടാവുമല്ലോ, അപ്പോൾ പറയും അവർക്ക് എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ട് തോന്നണം, അങ്ങനെയൊക്കെ പറയും. ഓര് സംസാരിച്ചിട്ട് ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് വരുന്ന സമയത്ത് ഓളെ പൗച്ച് താഴ്ത്തി വീണിട്ടുണ്ടാവും. അത് ഓൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഓനത് എടുത്ത് വെക്കും. ഓര് വന്നപ്പോഴത്തേനും ലേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ 2 സീനിയേഴ്സ് നിൽക്കുന്നുണ്ടാവും. ഓരോ പേരും ക്ലാസ്സൊക്കെ ചോദിക്കും. അപ്പോൾ ഒരു പേരും പറയും. പിന്നെ അതേമാതിരി ഒരു ക്ലാസ് 9-ലാണെന്നും പറയും. അപ്പോൾ വേറൊരു ചെക്കനും ലേറ്റായിട്ട് വരും. പിന്നെ ഓൻ്റെ പേരിങ്ങനെ പറഞ്ഞു കൊടുക്കാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ സീനിയർ ഓൻ്റെ കയ്യിലുള്ള ബുക്ക് ഇങ്ങനെ വാങ്ങിച്ചിങ്ങാണ്ട് നോക്കുമ്പോൾ അതിൽ ലുറാങ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ലുറാങ്ങും പിന്നെ ക്ലാസ് 9 അതിൽ എഴുതിയിട്ടുണ്ടാവും. അതും ഒരു അതിൽ എഴുതിയെടുക്കും. ഓൻ്റെ പേര് ഖുറാൻ എന്നാണ്, പക്ഷെ ഓൻ്റെ ഫ്രണ്ടിൻ്റെ പേരാണ് ലുറാങ്. അതാണ് ഓര് എഴുതിയെടുത്തിക്കണത്. ലുറാങ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഓര് പറയും ഇതല്ല നമ്മൾ പറഞ്ഞിരുന്ന ഫേമസ് ആയ സെക്കൻഡ്. പിന്നെ ഒരു ക്ലാസ്സിലെത്തുമ്പോൾ ഓരോട് 2ആളോടും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയും. ഓര് 2ആളും അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഓളെ പേര് സൂസാസെ ആണെന്ന് കേൾക്കുമ്പോൾ സാർ ഇങ്ങനെ ചോദിക്കും എനിക്കല്ലേ ഫുൾ മാർക്ക് കിട്ടിയിരുന്നത് ഇംഗ്ലീഷിൽ നിന്ന്. അപ്പോൾ പറയും ആന്ന്. അപ്പോൾ പിന്നെ ക്ലാസ് ഫുള്ളോളെങ്ങനെ നോക്കും. അങ്ങനെ ലുറാങ് ലേറ്റ് ആയിങ്ങാണ്ട് ക്ലാസ്സിലേക്ക് വരും. അപ്പോൾ ഖുറാൻ ചോദിക്കും എന്താ ഇങ്ങനെ ലേറ്റ് ആയിന്ന്. അപ്പോൾ ലുറാങ് അറിയും ഗേറ്റിലുള്ള സീനിയേഴ്സ് അവിടെ നിർത്തിയതാണെന്ന്. അപ്പോൾ ഇവൻ ഷോക്കായങ്ങാണ്ട് ഒന്നും അറിയാത്ത മാതിരി ചോദിക്കും എന്നിട്ട് എന്താ ഉണ്ടായിന്ന്. അപ്പോൾ ലുറാങ്ങിന് ചോദിക്കും ഇത് എന്തിനാ അതിന് നെർവസ് ആവണമെന്ന്. അപ്പോൾ ഓൻ പറയും ഞാൻ നെർവസ് ആയതല്ല, ഞാൻ എന്നിട്ട് കെയർ ചെയ്തല്ലേ, കുറേ കുട്ടികളൊക്കെ പറയുന്ന കേട്ടീന്ന് അവിടെ എന്താ ലേറ്റായി വരുന്നവരുടെ പേരൊക്കെ എഴുതുന്നു. അപ്പോൾ ലുറാങ് അറിയും എൻ്റെ പേര് എഴുതിയിട്ടില്ലാന്ന്. അപ്പോൾ ഖുറാൻ ഇങ്ങനെ ചിന്തിക്കും ഹാവ് ഭാഗ്യം അല്ലേന്നെങ്കിൽ 2 പ്രാവശ്യം ലുറാങ്ങിന് എഴുതിയിട്ടുണ്ടാവും. ഇവരെ അറിഞ്ഞിട്ടുണ്ടാവും, അതായത് ക്ലാസ് 1-ലാണ് ലുറാങ് അല്ലാതെ ക്ലാസ് 9-ലല്ലാന്ന്. അപ്പോൾ ഫ്രണ്ട് ഇവളോട് ചോദിക്കും എന്തായിക്കാരം എന്നാലും ഓന് ഈ ക്ലാസ്സിലാന്ന് പറഞ്ഞേന്ന്. അപ്പോൾ ഓള് പറയും അതായത് ഓന് മാറിയതേക്കാരം ക്ലാസ്സിൽ നിന്ന്. അപ്പോൾ ഇവളെ ഫ്രണ്ട് പറയും അതൊന്നും ആവില്ല, ഓന് മനഃപൂർവ്വം പറഞ്ഞതേക്കാരം, കാരണം ലേറ്റ് ആയിക്കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സിൻ്റെ പോയിൻ്റ് കുറക്കുന്നുള്ളതുകൊണ്ട്. പിന്നെ ഒരു കുട്ടി ഓളോട് വന്നുകൊണ്ട് പറയും ഇതാണ് സ്കൂളിൽ ആകെ കൂടി പൈസ കൊടുക്കാത്ത ആൾ യൂണിഫോമിൽ നിന്ന്. അപ്പോൾ ഇപ്പോൾ തരാൻ പൈസ എന്ന് പറഞ്ഞുകൊണ്ട് ബാഗ് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ പൗച്ച് ഉണ്ടാവില്ല. അങ്ങനെ ലുറാങ് പോഡ്കാസ്റ്റ് റൂമിലേക്ക് വന്നുകൊണ്ട് എനിക്കൊരു പൗച്ച് കിട്ടിക്കണമെന്ന് പറയും. അപ്പോൾ അവിടുത്തെ കുട്ടി ചോദിക്കും അതിൽ ID കാർഡ് ഉണ്ടോയെന്ന്. അപ്പോൾ അവൻ പറയും ഞാൻ നോക്കിയിട്ടില്ലാന്ന്. അപ്പോൾ ഖുറാൻ പറയും ഞാൻ അപ്പോഴേ പറഞ്ഞല്ല എന്നോട് നോക്കാനിച്ച് കേൾക്കായിട്ടല്ലേന്ന്. എന്നിട്ട് ID കാർഡ് ചെക്ക് ചെയ്യും. അപ്പോഴും ഓളിങ്ങനെ ID കാർഡ് തിരഞ്ഞുകൊണ്ടിരിക്കേക്കാരം. അപ്പോൾ ഓളെ ഫ്രണ്ട് പറയും കുഴപ്പമില്ല ഞാൻ ആദ്യം കൊടുത്തോണ്ട് എൻ്റെ പൈസ എന്നൊക്കെ പറയും. അപ്പോൾ ഒരു ചെക്കൻ പറയും പോഡ്കാസ്റ്റ് റൂമിൽ കളഞ്ഞു പോയ സാധനമൊക്കെ കിട്ടും, ആരെങ്കിലും കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിലോ എന്ന്. അപ്പോൾ വേറൊരു കുട്ടി ചോദിക്കും ഇജ എൻ്റെ പൗച്ചിൽ എൻ്റെ ID കാർഡ് വെച്ചിരുന്നോന്ന്. അപ്പോൾ പറയും ഞാൻ വെച്ചിരുന്നു. അപ്പോൾ ഫ്രണ്ട് അറിയാം അപ്പോൾ ഈസി ആയിക്കാരല്ലോ, എൻ്റെ ID കാർഡിൽ എൻ്റെ പേരും ഫോട്ടോ ഒക്കെ ഉള്ളതുകൊണ്ട് എൻ്റെതാന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പോൾ മടിച്ചങ്ങാണ്ട് പറയും പക്ഷേ എൻ്റെ ID കാർഡിൽ എൻ്റെ പേരില്ല. അപ്പോൾ ആ ചെക്കൻ ചോദിക്കും പിന്നെ ആരെ പേരാണ് അതിലുള്ളതെന്ന്. അപ്പോൾ ഓൾ മടിച്ചങ്ങാണ്ട് അത് എന്നിങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേനും ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കും. ഓഡ്രി ഹെപ്ബേൺ പറഞ്ഞിട്ടുള്ള കുട്ടീൻ്റെ പൗച്ച് മിസ്സായിക്കണ്, പോഡ്കാസ്റ്റ് റൂമിലുണ്ട്, അത് വന്ന് എടുക്കാൻ പറഞ്ഞിട്ടുള്ള അനൗൺസ്മെൻ്റ് ആയിക്കാരം അത് കേൾക്കുമ്പോൾ ഇവരൊക്കെ കൂടി ഓളിങ്ങനെ കളിയാക്കും.
പിന്നെ ഞാനിപ്പോൾ ആ പൗച്ച് വാങ്ങിങ്ങാണ്ട് വരാമെന്ന് പറഞ്ഞാണ്ട് പോകും. ഞാൻ ബോഡ്കാസ്റ്റ് റൂമിലുള്ള കുട്ടി ഓളെ തന്നെയാണോ ID കാർഡ് എന്ന് ചെക്ക് ചെയ്തെങ്ങാണ്ട് ഓക്ക് ആ പൗച്ച് കൊടുക്കും. എന്നിട്ട് അതിൽ എന്തെങ്കിലും മിസ്സായിക്കണോ നോക്കാനൊക്കെ പറയും. പിന്നെ ഓളെ ഫ്രണ്ട് ആരൊക്കെ വന്നിരുന്നെന്ന് എഴുതിയ ബുക്കിൽ നോക്കുമ്പോൾ ഉണ്ടാവും ലുറാനും ഖുറാനും. അപ്പോൾ ഓരാണോ ഈ പേഴ്സ് തന്നത് ചോദിക്കുമ്പോൾ 2 ചെക്കന്മാർ തന്നുങ്ങാണ്ട് പോയതാണെന്ന് പറയും അവിടുത്തെ കുട്ടി. അപ്പോൾ സുസാസായി ഓളെ ഫ്രണ്ടിനോട് ചോദിക്കും, അപ്പോൾ രാവിലെ നമ്മൾ കണ്ടിരുന്നതല്ലേ ആ ലുറാൻ എന്ന് പറഞ്ഞിട്ടുള്ള ചെക്കനെന്ന്. അപ്പോൾ ഓളെ ഫ്രണ്ട് ഓളെ വിളിച്ചെങ്ങാണ്ട് റൂഫ് ടോപ്പിക്ക് പോവും. പിന്നെ ഓളെ ഫ്രണ്ട് റൂഫ് ടോപ്പിൻ്റെ മേലിൽ നിന്ന് ലുറാൻ എന്ന് ഉറക്കനെ വിളിക്കും. അപ്പോൾ രണ്ടാളും തിരിഞ്ഞു നോക്കും. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവർ രണ്ടാളും ഒളിച്ചിരിക്കും. പിന്നെ സൂസാസ ചോദിക്കും ഇതാണ് ഖുറാൻ എന്ന്. ഓൾ ഉദ്ദേശിക്കുന്നത് ലുറാനെയാണ്. അപ്പോൾ ഇവളെ ഫ്രണ്ട് ചോദിക്കും എനിക്ക് ഓളെ അറിയുമോയെന്ന്. അപ്പോൾ ഓൾ പറയും ഞാൻ ഓനെ ഷോപ്പിൽ വെച്ചിട്ട് കണ്ടിരുന്നെന്ന്. പിന്നെ ടീച്ചർ വന്നുങ്ങാണ്ട് പറയും ഇവിടെ കുറേ കുട്ടികൾ ഫസ്റ്റത്തെ ദിവസമായിട്ട് പോലും ലേറ്റായി വന്നിക്കണ്. ലേറ്റായി വന്നവരൊക്കെ മിലിറ്ററി ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഗാർഡായിട്ട് നിൽക്കേണ്ട പണിഷ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നു. 9 കുട്ടികൾ ലേറ്റ് ആയിക്കണ്. അതിൽ 2 കുട്ടികളും ഈ ക്ലാസ്സിലത്തെയാണ്. ഒരു ലേറ്റായി വന്നത് മാത്രമല്ല അതിൽ ഒരാൾ ക്ലാസ് അടക്കം തെറ്റിച്ചിട്ടാണ് പറഞ്ഞിരിക്കണത്. ഇത് ക്ലാസ് നയലാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ആ 2 കുട്ടികളെ പേര് പറയാം. ഒന്ന് ലുറാൻ എന്നിങ്ങനെ പറയുമ്പോൾ ഖുറാൻ ഇങ്ങനെ ഓനെ നോക്കിക്കാണ്ട് ഇങ്ങനെ ചുരുക്കുണ്ടാവും. അപ്പോൾ തന്നെ ടീച്ചർ പറയും ഖുറാൻ എന്ന്. അപ്പോൾ ഓന് എന്നുള്ള എക്സ്പ്രഷനിൽ ലുറാൻ ഇങ്ങനെ നോക്കും. പിന്നെ ഇവരെ ക്ലാസ് ടീച്ചറും വന്നുങ്ങാണ്ട് പറയും സൂസാസയും ജിൻജയും ലേറ്റ് ആയിങ്ങാണ്ടാണ് വന്നിരിക്കണത്, അവർക്ക് പണിഷ്മെൻറ്റ് ഉണ്ടാവുന്നത്. പിന്നെ ലുറാനിനോട് ഇങ്ങനെ ചോദിക്കും ഇജ് എപ്പോഴാണ് ഖുറാൻ ആയതെന്ന്. അപ്പോൾ ഓൻ പറയും ഇജ് എൻ്റെ പേര് എപ്പോഴാണോ ലുറാൻ എന്നാക്കി അപ്പം എൻ്റെ പേരും ഖുറാൻ അയക്കണമെന്ന്. ഇവർക്ക് എന്നിട്ട് ഇനി ഒരുമിച്ച് മിലിറ്ററി ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്യും. അപ്പോൾ ഓൾക്ക് ഖുറാനെ കാണാമല്ലോ എന്നുള്ളത് ചിന്തിച്ചിട്ട് ഓൾ എന്നിട്ട് ബ്ലഷ് ആയിങ്ങാണ്ടേക്കാരം ബാഗൊക്കെ പാക്ക് ചെയ്യുന്നുണ്ടാവുക. ഓൾ ഖുറാനെന്ന് ഉദ്ദേശിക്കുന്നത് ലുറാനെയാണ്. പിന്നെ ഒരു മിലിറ്ററി സർവീസിന് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഓരോ ക്ലാസ് ടീച്ചർ വന്നുങ്ങാണ്ട് പറയും ഇവിടെ കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ട് നമ്മളെ ബസ്സിൽ കൊള്ളൂല. അതുകൊണ്ട് ക്ലാസ് 1ത്തെ ബസ് ഞാൻ ചെക്ക് ചെയ്തിരുന്നു, അതിൽ കുറച്ച് സീറ്റ് ഉണ്ട്, നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് പോകുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഓളെ ഫ്രണ്ട് ഓളോട്ട് ഇങ്ങനെ പറയും ആരും അതിന് വേറെ ക്ലാസ്സിൻ്റെ കൂടെ ഒക്കെ പോവാന്ന്. അപ്പോൾ ഇവളിങ്ങനെ ചിന്തിക്കും ക്ലാസ് 1 അപ്പോൾ ക്ലാസ് 1ലാണല്ലോ ലുറാങ് ഉള്ളത്. അപ്പോൾ ഇവളിങ്ങനെ ഇമാജിൻ ചെയ്യും, അതായത് ലുറാങ് ഹായ് സുസൈസ എന്നൊക്കെ പറയും. അപ്പോൾ ഖുറാനല്ലേ എന്ന് ചോദിക്കും അപ്പോൾ ഓൻ പറയും ഇവിടെ എൻ്റെ അടുത്ത് വന്നിരുന്നോ എന്ന് പറയും. അപ്പോൾ ഓൾ അവിടെ പോയി ഇരിക്കും. എന്നിട്ട് ഓന് ചോദിക്കും അന്നെ ഞാൻ സേസയെന്ന് വിളിക്കട്ടെ എന്ന്. അപ്പോൾ ഓള് ബ്ലഷ് ആയിങ്ങാണ്ട് ആന്ന് പറയും. ഇതൊക്കെ ആലോചിച്ചങ്ങാണ്ട് ഓള് സാറിനോട് പറയും ഞാൻ പോയിക്കോളാന്ന്. അപ്പോൾ സാർ അറിയും സൂസൈസ ഒരു നല്ല എക്സാമ്പിളാണ്, പിന്നെ വേറെ ആർക്കെങ്കിലും പോകണമെന്ന്. അപ്പോൾ സൂസൈസ ഓളെ ഫ്രണ്ടിനെ ഇങ്ങനെ വിളിച്ചും ഇത് വാന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ വിളിക്കും. അപ്പോൾ ശരി എന്നാൽ വരാമെന്നറിയും. അപ്പം സാർ അറിയും എന്നാൽ നിങ്ങൾ രണ്ടാളും വേഗം ഓരോ ബസ്സിക്ക് പോയിക്കോ, അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്തേക്ക് വന്നാൽ മതിയെന്ന്. ഓളെ ഫ്രണ്ട് ഒരു ഇൻട്രസ്റ്റും ചെയ്യാതെയാണ് പോണത്. അങ്ങനെ പോകുമ്പോൾ ഓളെ ഫ്രണ്ട് ചോദിക്കും എനിക്കെന്താ വട്ടായോന്ന്. അപ്പോൾ ഓൾ അറിയാമെന്ന് ചിന്തിച്ച് നോക്ക്, ഖുറാൻ ആ പൗച്ച് കണ്ടെത്തി തന്നില്ലേ, അപ്പോൾ ഓളെ ഒന്ന് താങ്ക് യു പറയാൻ എനിക്ക് ചാൻസ് കിട്ടിയിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഓളെ ഫ്രണ്ട് അറിയും എനിക്ക് മനസ്സിലായിന്ന്. ഇവരിങ്ങനെ വരുന്ന കാണുമ്പോൾ ഖുറാൻ ഷോക്കായി കണ്ട് ചോദിക്കും എന്തിനാണ് ക്ലാസ് 9ത്തെ കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരുന്നതെന്ന്. അപ്പോൾ അവിടുത്തെ ഒരു ചെക്കൻ പറയും വേറെ ബസ്സുകളിലൊന്നും സീറ്റ് ചെയ്യുക, പക്ഷെ നമ്മളതിൽ സീറ്റ് ഉണ്ട് അതുകൊണ്ടാണെന്ന്. ലുറായിനോട് പിന്നെ എന്നിട്ട് ഇന്നെ കവർ ചെയ്യുന്നൊക്കെ പറയുവാൻ. ഇവ എന്നിട്ട് അവൻ്റെ ബുക്ക് കൊണ്ട് അവൻ്റെ മുഖം ഇങ്ങനെ പൊത്തി പിടിച്ച് നിൽക്കുമ്പോൾ ലുറാങ്ങി ചോദിക്കും എന്താണ് പ്രശ്നമെന്ന്. അപ്പോൾ ഓൻ പറയും ക്ലാസ് 9ത്തെ ഗേൾസൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ ലുറാൻ ചോദിക്കും എന്തിനാണ്, അതിനെന്താണ്, ഇത് ക്ലാസ് 9ലല്ല, ഇത് എൻ്റെ സ്വന്തം ക്ലാസ്മേറ്റിനെ കണ്ടിട്ട് പേടിക്കുകയാണോ എന്നൊക്കെ. അപ്പോൾ ഖുറാൻ അതിനത് ആരാ പറഞ്ഞതെന്ന് പറഞ്ഞാണ്ട് അവൻ്റെ ബുക്കേറ്റോ അവൻ്റെ ഫേസ് ഇങ്ങനെ പൊത്തി പിടിക്കും. എന്നിട്ട് ഓരോ ബാഗ് ഇങ്ങനെ മേലേക്ക് വെക്കാൻ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെക്കന് ഓളെ ഫ്രണ്ടിൻ്റെത് ഇങ്ങനെ മേലേക്ക് എടുത്ത് വെച്ച് കൊടുക്കും. അപ്പോൾ ഇവളിങ്ങനെ ബാഗ് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ വെക്കാൻ നിൽക്കുമ്പോൾ ലുറാങ് വന്നിങ്ങാണ്ട് ഓളെ ബാഗ് മേലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കും. ഓ മൈ ഗോഡ്, ഈ സീന്. ആ ബാഗ് അവിടെ വെച്ചതിന് ശേഷം ഓളെ മുഖത്തേക്ക് കണ്ട് നോക്കും. അപ്പോൾ അവിടെ ഒരു ഐ കോണ്ടാക്റ്റ് ഉണ്ടാവും. അതിന് ശേഷം ഓൾ താങ്ക്സ് അറിയുമോ. എന്നിട്ട് ഓൾ ബ്ലഷ് ആയിങ്ങാണ്ട് സീറ്റിൽ പോയി ഇരിക്കും.
അപ്പോൾ അവളെ ഫ്രണ്ട് ഇങ്ങനെ ചോദിക്കുക, ഞാൻ എന്നാലും എന്താണ് ലുറാനെയും ഖുറാനെയും ഒന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അവൾ അറിയും, ഞാൻ കണ്ട് ലുറാൻ എന്നെ ബാഗ് എടുത്തേക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത് എന്നൊക്കെ പറയും. അപ്പോൾ അവളെ ഫ്രണ്ട് ഷോക്കായി കണ്ട് ഓനെന്നെ ഹെൽപ്പ് ചെയ്തോന്നൊക്കെ ഞാൻ ചോദിക്കും. അവളെ ഫ്രണ്ടിനെ ചോദിക്കും, ഓനെവിടെയെന്ന്. അപ്പോൾ ഓള് അതാ അവിടെ ഉണ്ട്, അതാ അത് എന്നൊക്കെ പറയും, കാണിച്ചു കൊടുക്കും. എന്നിട്ട് അപ്പോൾ ഓള് നോക്കുമ്പോൾ ഓളെ തല മാത്രം കാണുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഓള് പറയും, ഓൻ്റെ തല മാത്രം കാണുന്നുള്ളൂ, നല്ലപോലെ കാണുന്നില്ലാന്ന്. എന്നിട്ട് ഓര് പോണ സമയത്ത് ഓളെ ഫോൺ എടുത്തെങ്ങാണ്ട് ഓനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഓനിങ്ങോട്ട് നോക്കുമ്പോൾ ഒന്നും അറിയാത്ത മാതിരി നിൽക്കും. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഒരു എപ്പിസോഡ് ഞാൻ 2 പാർട്ടാക്കിയിട്ടാണ് ഇടുന്നത്. അടുത്ത പാർട്ട് എന്തായാലും ഞാൻ പെട്ടെന്ന് ഇടാം. അപ്പോൾ ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.